പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ജ്വല്ലറിയിൽ നിന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കള്ളസ്വർണ്ണമാണെന്നും കള്ളക്കടത്തിലൂടെ ഉണ്ടാക്കിയ സ്വർണ്ണങ്ങളാണ് എന്നുള്ളതും നമ്മുടെ നന്ദു തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഉറവിടം എവിടെയാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അങ്ങനെ ആ ഓഫീസിലെ ആ സ്വർണം കൊണ്ടുപോകുന്ന ഡ്രൈവറെ കണ്ടെത്താനായിട്ടുള്ള ഒരുക്കത്തിലാണ് നന്ദു ഉള്ളത്. അങ്ങനെ ഒരു ദിവസം രാവിലെ നന്ദു വേഷം മാറിയിട്ട് ജ്വല്ലറിയിൽ മുന്നിൽ പോയി നിൽക്കുന്നുണ്ട്. ഒരു അഗതിയെ പോലെയാണ് അവിടെ പോയി നിൽക്കുന്നത്. ആരും നമ്മുടെ നന്ദുവിനെ ശ്രദ്ധിക്കുന്നോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പുറത്തേക്ക് പോകുന്ന ജ്വല്ലറിയിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഓരോരോ വാഹനങ്ങളും നന്ദു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് നമ്മുടെ സ്വർണം കൊണ്ടുപോകുന്നതായിട്ടുള്ള ഒരു സേഫ്റ്റി ആയിട്ടുള്ള ഒരു വാഹനം പുറത്തോട്ട് പോകുന്നതായിട്ട് കാണുന്നത്. അതിലുള്ള ഡ്രൈവറെ കണ്ടിട്ട് തന്നെ നമ്മുടെ നന്ദുവിന് വളരെയധികം സംശയം തോന്നുകയാണ്. ലുക്ക് കണ്ടാൽ തന്നെ ഒരു റൗഡി ലുക്കാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ആ വാഹനം പിന്തുടർന്ന് നന്ദു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു പോകുന്ന സമയത്ത് അയാൾ ആരൊക്കെയോ ആയിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നന്ദു പിന്തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ ആ ഒരു വാഹനം ചെന്നെത്തിയിരിക്കുന്നത് ഒരു ഫ്ലാറ്റിലായിരുന്നു. അങ്ങനെ ആ ഡ്രൈവർ ഫ്ലാറ്റിലേക്ക് ഇറങ്ങിയിട്ട് അകത്തോട്ട് കയറി പോവുകയാണ്. എന്നിട്ട് റിസപ്ഷനിൽ ഇരിക്കുന്ന ആ ഒരു പെൺകുട്ടിയോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നന്ദു പിന്നാലെ പോയിട്ട് റിസപ്ഷനിലുള്ള ലേഡിയോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ വന്നത് ആരാണ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് റിസപ്ഷനിലുള്ള ആ ഒരു പെണ്ണ് ഏതോ ഒരു സ്ത്രീ, അഗതിയായിട്ടുള്ള ഒരു സ്ത്രീ ആണല്ലോ എന്ന് കരുതിയിട്ട് ആട്ടി പുറത്താക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ് നന്ദു തൻ്റെ ID കാർഡ് കാണിച്ചു കൊടുക്കുന്നതും ഇനി ഇവിടെ നിന്ന് ശബ്ദിച്ചു പോകരുത്, എൻ്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയാൽ നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ആ ഒരു ആളുടെ ഡീറ്റെയിൽസ്, അയാൾ എങ്ങോട്ടാണ് കയറി പോകുന്നത് എന്നുള്ള ആ ഒരു ഡീറ്റെയിൽസ് നന്ദുവിന് കൈമാറുകയാണ്. ആ ഒരു സമയത്ത് റിസപ്ഷനിലുള്ള ആളോട് പറയുന്നുണ്ട്, ഇവിടെ നിന്ന് ഒരു ഫോൺ കോൾ പോയാൽ ആ CCTV ദൃശ്യം ഞാൻ പരിശോധിക്കും. പിന്നെ വെറുതെ ഒരു ഏടാകൂടത്തിന് നിൽക്കണ്ട. പിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയാലുള്ള അവസ്ഥയെക്കുറിച്ച് അറിയാലോ. ഇതിനു മുമ്പ് നിങ്ങൾ ഓരോ വാർത്തയും TV യിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊന്നും മുതിരണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. ആ ഒരു സമയത്ത് നന്ദുവിനെ പേടിച്ചിട്ട് തന്നെ ആ പെൺകുട്ടി ഒരു വിവരവും അവർക്ക് കൊടുത്തിരുന്നില്ല. അങ്ങനെ ആ ഡ്രൈവർ പോയ ആ മുറിയുടെ അടുത്ത് നമ്മുടെ നന്ദു എത്തിയിരിക്കുകയാണ്. അങ്ങനെ മുറിയുടെ വാതിൽ ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ ആ ഒരു ഇടയിലൂടെ ഇങ്ങനെ നോക്കുന്ന സമയത്താണ് ഇയാൾ ഒരു ആളോട് സംസാരിക്കുന്നതായിട്ടും നാഗേന്ദ്രൻ എന്നാണ് അയാളുടെ പേര് എന്നുള്ളതും കാണുന്നത്. അങ്ങനെ അവിടെ നിന്ന് സംസാരിച്ചിങ്ങനെ അവരുടെ സംസാരമൊക്കെ കേട്ട് നിൽക്കുന്ന സമയത്താണ് അകത്തു നിന്നും ഒരു പെൺകുട്ടിയുടെ സൗണ്ട് കേൾക്കുന്നത്. അങ്ങനെ സൂക്ഷിച്ചു നോക്കിയ സമയത്താണ് നമ്മുടെ അവന്തികയാണ് എന്നുള്ളതും അവന്തികയ്ക്ക് ഇവരുമായിട്ട് എന്താണ് ബന്ധം എന്നുള്ള ആ ഒരു ചിന്തയും നന്ദുവിൻ്റെ മനസ്സിലോട്ട് വരുന്നത്. അങ്ങനെ അച്ഛനും മകളും ആണ് എന്നുള്ളതും അഭിയുടെ അച്ഛനാണ് ഈ നാഗേന്ദ്രൻ എന്നുള്ളതും ആ ഒരു രഹസ്യം നമ്മുടെ നന്ദു അവിടെ നിന്ന് മനസ്സിലാക്കുകയും അറിയുകയുമാണ്. ഒടുവിൽ നേരെ നന്ദു ചെന്നിട്ട് എല്ലാം പൊളിച്ചടുക്കിയിട്ട് നമ്മുടെ നാഗേന്ദ്രനെ അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോവുകയാണ്. പോകുന്ന സമയത്ത് നാഗേന്ദ്രൻ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നെങ്കിലും നന്ദു പറയുന്നുണ്ട്, കൂടുതൽ വെല്ലുവിളികളൊന്നും എന്നോട് വേണ്ട, ഇതിനേക്കാളും വലിയ ടീംസിനെ ഞാൻ ഒതുക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് മര്യാദയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കാതെ വന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇതിൻ്റെ ഉറവിടം എവിടെയാണ് എന്നുള്ളത് ഒരുപാട് ഞങ്ങൾ ശ്രമിച്ചു. അവസാനമാണ് ഇപ്പോൾ വളരെ അധികം കഷ്ടപ്പെട്ടിട്ടാണ് നിന്നെ ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചത്. നിന്നെ ആദ്യം ഞാൻ കൊണ്ടിട്ട് കൊടുക്കുന്നത് മുത്തശ്ശൻ്റെയും ആദർശേട്ടൻ്റെയും മുന്നിലാണ്. അതുകൊണ്ട് മിണ്ടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നാഗേന്ദ്രനെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് നന്ദു അവിടെ നിന്ന് പോവുകയാണ്.